കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട് തുടരുന്നു. രണ്ടാം ദിനമായ ഞായറാഴ്ച ആരംഭിച്ച പ്രതിനിധി സമ്മേളനം ടി.പി. രാമകൃഷ്ണൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് പതാക ഉയർത്തിയതോടെയാണ് രണ്ടാം ദിവസത്തെ പരിപാടികൾ ആരംഭിച്ചത്. സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്. രാവിലെ 10-ന് തളി ക്ഷേത്രത്തിന് സമീപത്തെ ജൂബിലി ഹാളിൽ മുൻമന്ത്രി ടി.പി. രാമകൃഷ്ണൻ എം.എൽ.എ. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമം ഏതറ്റം വരെയും നാം നടത്തണം. ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും ഇന്ത്യയിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ എത്ര കരിനിയമങ്ങളാണ് രൂപപ്പെടുന്നത്. തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ 29 നിയമങ്ങൾ റദ്ദു ചെയ്തിട്ടുണ്ട്. പകരം 4 ലേബർ കോഡുകൾ ഇന്ത്യയിൽ നടപ്പിലാക്കുകയാണ്. ആ 4 ലേബർ കോഡുകൾ നടപ്പിലാക്കണമെങ്കിൽ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന് ചട്ടങ്ങൾ രൂപീകരിക്കണം. സമ്മേളനത്തിൽ COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി KV രാജൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ PSCB കണക്കും അവതരിപ്പിച്ചു. സ്വാഗത സംഘം കൺവീനർ ഉണ്ണികൃഷ്ണൻ, പ്രവീൺ മോഹൻ എന്നിവർ സംസാരിച്ചു. മാർച്ച് 4 തിങ്കളാഴ്ച 14ാം സംസ്ഥാന സമ്മേളനത്തിന് സമാപനമാകും. ആരോഗ്യപരിപാലന രംഗത്ത് സംസ്ഥാനം ആഗോള മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് മന്ത്രി VN വാസവൻ. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേരളം എപ്പോഴും ജാഗ്രതയോടെയാണ് നീങ്ങുന്നതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഏത് മഹാമാരി വന്നാലും കേരളം ലോകം ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്ക് ഉയർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. പൾസ് പോളിയോ പ്രതിരോധ മരുന്ന് വിതരണത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ സംസ്ഥാനം ആരോഗ്യ പരിപാലന രംഗത്ത് ആഗോള മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു. മറ്റ് ഏത് സംസ്ഥാനത്തെക്കാളും മുന്നിൽ നിന്ന് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നാം എപ്പോഴും ജാഗ്രതയോടെ നീങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഏത് മഹാമാരി വന്നാലും നമ്മൾ ലോകം ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്ക് എത്തുകയാണ്. അതാണ് കോവിഡ് കാലഘട്ടത്തെ നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആഗോളതലത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇടവന്ന സാഹചര്യം സംജാതമായി. ഇപ്പൊ പോളിയോയുടെ കാര്യത്തിൽ എത്രയോ വർഷങ്ങളായി കൃത്യമായി 1 വർഷത്തിലൊരിക്കൽ പോളിയോ കൊടുക്കുന്ന ദിനമായി പ്രഖ്യാപിച്ചുകൊണ്ട് അത് കൃത്യമായി നടപ്പാക്കുമ്പോൾ ഒരു പ്രതിരോധ പ്രവർത്തനത്തിന്റെ മേഖല നാം തുറക്കുകയാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് എന്നതാണ് നമ്മുടെ ഇതിലെ സന്ദേശം. കോട്ടയം ജനറൽ ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു അധ്യക്ഷയായിരുന്നു. നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ MJ അജിൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PN വിദ്യാധരൻ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ വ്യാസ് സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ല നഗരസഭയിലെ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. നഗരാരോഗ്യത്തിന്റെ കരുത്താണ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെന്ന് തിരുമൂലപുരം ഇരുവള്ളിപ്രയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തിന്റെ പൊതുജന ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സൂചകങ്ങൾ മികച്ച രീതിയിലാണുള്ളതെന്നും ആയുർദൈർഘ്യ നിരക്ക് ഏറ്റവും കൂടുതലും നവജാത ശിശു മരണനിരക്കും മാതൃമരണനിരക്കും ഏറ്റവും കുറവുമുള്ള സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഏറ്റവും കുറവ് നവജാത ശിശു മരണത്തിന്, അതായത് പ്രസവിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഏറ്റവും കുറവ് മരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോ ലോകാരോഗ്യ സംഘടന പറഞ്ഞു 2030 ആകുമ്പോഴേക്കും നിങ്ങൾ 6 ആകണം. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 6. ഏറ്റവും അമേരിക്ക ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഐക്യനാടുകളും യൂറോപ്പിലെ പല രാജ്യങ്ങളും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ഒക്കെ ആ റേറ്റ് ആണ്. അതിനോടൊപ്പമുള്ള ഒരു ഡേറ്റയാണ്. പക്ഷെ ഇപ്പോ കേരളത്തിന്റെ നിരക്ക് 6-ലും താഴ്ന്ന് 5-ന് താഴേക്ക് പോവുകയാണ്. അതിലും കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലേക്ക് പോയാൽ അവിടെ നമുക്കൊരു ആരോഗ്യ കേന്ദ്രമുണ്ട്. ആ ആരോഗ്യ കേന്ദ്രത്തെ ആർദ്ര മിഷനിലൂടെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റി.
എന്താണ് ആർദ്ര മിഷൻ? ആരോഗ്യ മേഖലയിലെ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക മിഷനാണ്. ആ മിഷന്റെ ലക്ഷ്യം എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ആശുപത്രികളും രോഗി സൗഹൃദമാകണം, ജനസൗഹൃദമാകണം, നല്ല ചികിത്സ ഉണ്ടാകണം. ഇതാണ് ലക്ഷ്യം. പൊതുജനാരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമ്പോൾ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പങ്കും വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും ആരോഗ്യമെന്ന സർക്കാർ ലക്ഷ്യത്തിനായി 30 വയസ്സിന് മുകളിലുള്ളവരുടെ വാർഷിക ആരോഗ്യ പരിശോധനയും ആശാപ്രവർത്തകർ മുഖേന നടത്തുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ചടങ്ങിൽ ആന്റോ ആന്റണി MP, അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് MLA എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. നാഷണൽ ഹെൽത്ത് മിഷനും സംസ്ഥാന സർക്കാരും സഹകരിച്ചുകൊണ്ടാണ് ആരോഗ്യ കേന്ദ്രം നഗരസഭ ആരംഭിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ അനു ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ജോസ് പഴയിടം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഷീല വർഗീസ്, സാറാമ്മ ഫ്രാൻസിസ്, ഷീജ കരിമ്പിൻകാല, നഗരസഭാ സെക്രട്ടറി RK ദീപേഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീജ B റാണി, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴയിലെ തീരദേശത്തോട് കടുത്ത ദ്രോഹമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നതെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് M ലിജു. അതിന്റെ പ്രതിഫലമാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും കരിമണൽ കമ്പനി നൽകിയ കോടിക്കണക്കിന് രൂപയെന്നും ലിജു ആരോപിച്ചു. മുഖ്യമന്ത്രിക്ക് കരിമണൽ കമ്പനി പരാതി നൽകിയപ്പോൾ രണ്ടാമത് വീണ്ടും മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് പ്രത്യേകമായ യോഗം കൂടി ജില്ലാ സമിതി, നേരത്തെ റിജക്ട് ചെയ്ത ജില്ലാ സമിതി തന്നെ ഇത് വീണ്ടും പരിശോധിക്കണം എന്ന രീതിയിൽ തീരുമാനമെടുക്കുകയുണ്ടായി. അപ്പോൾ തീരുമാനമെടുക്കുമ്പോൾ അന്ന് കളക്ടറായിരുന്ന വ്യക്തികൾ ഇത് പരിശോധിക്കാൻ തയ്യാറായില്ല. ഗവൺമെന്റിന്റെ ഇടപെടലിനെ തുടർന്ന് ഇവർക്ക് താല്പര്യമുള്ള വ്യക്തികളെ കളക്ടറായി ആലപ്പുഴയിൽ നിയമിക്കുകയുണ്ടായി. ശ്രീമതി രേണു രാജാണ് ആ കാലഘട്ടത്തിൽ ഗവൺമെന്റ് താല്പര്യപ്രകാരം കളക്ടറായി നിയമിക്കപ്പെട്ടത്. 2021 മെയ് മാസത്തിൽ ഈ രേണു രാജയുടെ കളക്ടറായി തീരുമാനിക്കപ്പെട്ടു. തുടർന്നാണ് ഏറ്റവും നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. കരിമണൽ കമ്പനി പ്രോജക്റ്റ് സമർപ്പിച്ചിരുന്നത് മൈനിങ് വകുപ്പുമായി ബന്ധപ്പെട്ട, വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നെങ്കിൽ ഈ പ്രോജക്റ്റ് സമ്പൂർണ്ണമായി റിവേഴ്സ് ചെയ്യപ്പെട്ടു. ടൂറിസം വകുപ്പിന്റെ കൂടി ഒരു പ്രോജക്റ്റായി ജില്ലാ സമിതിക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു. കരിമണൽ കർത്ത എന്ന കമ്പനി മുതലാളിക്ക് തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ 51 ഏക്കർ സ്ഥലം കൈവശം വയ്ക്കാനുള്ള അനുമതി തരപ്പെടുത്തി കൊടുത്തത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ മൂലമാണെന്നും ലിജു ആരോപിച്ചു. ആലപ്പുഴയിൽ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തായിരുന്നു ലിജു മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചത്. ജില്ലാ സമിതിയും റവന്യൂ വകുപ്പും കരിമണൽ കർത്തയ്ക്ക് ഇത്തരത്തിൽ ഭൂമി വാങ്ങാൻ കഴിയില്ലെന്ന് റിപ്പോർട്ട് നൽകിയിട്ടും അതിനെ മറികടക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടു എന്നായിരുന്നു ലിജു ആരോപണമായി ഉന്നയിച്ചത്. ചങ്ങനാശ്ശേരി പ്രസ് ക്ലബ് രജത ജൂബിലി നിറവിൽ. ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടത്തിയ പൂർവ്വകാല മാധ്യമ പ്രവർത്തക സംഗമം ശ്രദ്ധേയമായി. കയ്യൊപ്പ് എന്ന പേരിൽ പ്രസ് ക്ലബ് ഹാളിൽ നടത്തിയ പരിപാടി അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിന്റെ 3 തൂണുകൾ, ആ 3 ഭാഗമാണെങ്കിൽ 4ാമത്തെ തൂണായിട്ട് അറിയപ്പെടുന്നത് മാധ്യമ പ്രവർത്തനമാണ്. മാധ്യമ പ്രവർത്തനത്തിന്, പത്രപ്രവർത്തനത്തിന് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം ജനാധിപത്യത്തിന്റെ 4ാമത്തെ തൂണാണ്. അത് നമുക്ക് 4 തൂണുകൾ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യം സംരക്ഷിച്ച് നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്നത് പോലെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ജനങ്ങൾക്കും രാജ്യത്തിനും നൽകാൻ സാധിക്കുന്നു. അപ്പൊ തീർച്ചയായും ആ കാര്യങ്ങളിൽ ഇന്ത്യയിലെ പത്രങ്ങൾ എടുക്കുന്ന ആ നിലപാടുകൾക്ക് രാഷ്ട്രീയ കക്ഷി ഭേദമില്ല, വർണ്ണ മത ഭേദമില്ല. ഒരു രീതിയിലും ആരെയും നോക്കാതെ, മുഖം നോക്കാതെ കൃത്യമായി നിലപാടുകൾ എടുക്കുവാൻ പത്രപ്രവർത്തന രംഗത്ത് മാധ്യമങ്ങളിൽ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ കളർക്കാർ. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഷിജു S നായർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ ബെന്നി ചിറയിൽ മൺമറഞ്ഞുപോയ മാധ്യമപ്രവർത്തകരെ അനുസ്മരിച്ച് സംസാരിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം PA നസീർ, UDF നിയോജകമണ്ഡലം ചെയർമാൻ PN നൌഷാദ്, BJP സംസ്ഥാന നിർവാഹക സമിതി അംഗം B രാധാകൃഷ്ണ മേനോൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് K വിപിൻ രാജ്, സെക്രട്ടറി MA സജാദ് എന്നിവർ സംസാരിച്ചു. പൂർവ്വകാല മാധ്യമ പ്രവർത്തകരെ ജോബ് മൈക്കിൾ MLA മെമന്റോ നൽകി ആദരിച്ചു. ചങ്ങനാശ്ശേരിയിലെ മുൻകാല റിപ്പോർട്ടർ എന്ന നിലയിൽ KCV ന്യൂസ് എഡിറ്റർ മാത്യു വർഗീസ് മാറാട്ടുകളത്തെയും ചടങ്ങിൽ ആദരിക്കുകയുണ്ടായി.
ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിൽ മരണപ്പെട്ട സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിക്കും കുടുംബത്തിനും നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കുട്ടനാട് നോർത്ത് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. SFIക്കാർ സിദ്ധാർത്ഥനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കോൺഗ്രസ് കുട്ടനാട് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിടങ്ങറയിൽ തീപ്പന്ത തെരുവുകൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ഭാരവാഹികളടക്കമുള്ള നേതാക്കന്മാർ ആ വിദ്യാർത്ഥിയെ രാത്രി ഇരുട്ടിന്റെ മറവിൽ സ്പോർട്സ് ഡേ ആയതുകൊണ്ട് അധ്യാപകരടക്കമുള്ള ആളുകളില്ലായിരുന്നു. ആ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തി 6 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതൊരു കൊലപാതകമാണ് എന്ന് പുറം ലോകം അറിഞ്ഞത്. കാരണം അടിച്ചമർത്തപ്പെട്ട വിദ്യാർത്ഥിനികൾ അടക്കമുള്ള ആളുകൾ ഇത് പുറം ലോകത്തോട് സിദ്ധാർത്ഥനോട് SFI ചെയ്ത ക്രൂരത വെളിപ്പെടുത്തുവാൻ തയ്യാറായപ്പോഴാണ് പുറം ലോകം അറിയുവാൻ തുടങ്ങിയത്, ജനങ്ങൾ അറിയുവാൻ തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയതാണെന്നറിഞ്ഞപ്പോൾ സിദ്ധാർത്ഥനെതിരെ മരണപ്പെട്ടതിന് ശേഷം ഒരു പെൺകുട്ടിയെ കൊണ്ട് കള്ളമൊഴി, മലയാളം എഴുതുവാൻ അറിയാത്ത ഒരു പെൺകുട്ടിയെ കൊണ്ട് മലയാളത്തിൽ സിദ്ധാർത്ഥൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു കള്ളക്കേസ് SFIക്കാർ കൊടുക്കാൻ ശ്രമിക്കുന്നു. പ്രതിഷേധ യോഗത്തിൽ നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് CB രാജു അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി പ്രമോദ് ചന്ദ്രൻ, UDF ചെയർമാൻ ജോസഫ് ചേക്കോടൻ, സിബി മൂലംകുന്നം, ജോഷി കൊല്ലാറ, വിശ്വനാഥ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. KPCCയുടെ ആഹ്വാനപ്രകാരം മങ്കൊമ്പിൽ നടത്തിയ പ്രതിഷേധ സമരം കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരം ഉദ്ഘാടനം ചെയ്തു. അതിദാരുണമായ ഒരു സംഭവമാണ് നമ്മുടെ സംസ്ഥാനത്ത് അരങ്ങേറിയിട്ടുള്ളത്. ഈ ദാരുണമായ സംഭവത്തിന് നേതൃത്വം നൽകിയത് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന ആലേഖനം ചെയ്ത കൊടി പിടിക്കുന്ന SFIയുടെ ഗുണ്ടകളാണ് എന്നുള്ളത് ഈ നാട്ടിൽ ഇന്ന് പരസ്യമായി കഴിഞ്ഞ രഹസ്യമാണ്. ഒരു മനുഷ്യ ജീവനെ, കേവലം 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിനെ കോളേജിന്റെ ക്യാമ്പസിൽ വെച്ച് 3 ദിവസം ജലപാനം പോലും നൽകാതെ വളഞ്ഞിട്ട് ആക്രമിച്ച് ഈ കേരളത്തിന്റെ ഭൂലോകത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകുമോ ഇങ്ങനെ ഒരു നിഷ്ഠൂരമായ സംഭവം? കോൺഗ്രസ് നേതാവും നെടുമുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ മിനി മന്മഥൻ നായരുടെ അധ്യക്ഷതയിലായിരുന്നു സമരപരിപാടികൾ. നേതാക്കളായ ഷെറീസ് ജോർജ് ചാലുത്ര, NV ഹരിദാസ്, റോബർട്ട് ജോൺസൺ, തങ്കച്ചൻ കൂലിപ്പുരയ്ക്കൽ, സോഫിയാമ്മ, ബീന ജോപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. DYFI നെടുമുടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കവചം എന്ന പേരിൽ ലഹരി വിരുദ്ധ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. CPIM ഏരിയ സെക്രട്ടറി KS അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിനകത്ത് വലിയ രൂപത്തിലുള്ള ചില ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. കാരണം കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക്, രാജ്യങ്ങൾക്ക് ഒക്കെ മാതൃകയായി ലോകത്ത് സമാനതകളില്ലാത്ത ഒരുപാട് വികസന പ്രശ്നങ്ങൾക്കും വികസന വിഷയങ്ങളും അതോടൊപ്പം തന്നെ ലോകത്ത് ഏത് രാജ്യങ്ങളാലും അല്ലെങ്കിൽ ഏത് സംസ്ഥാനങ്ങളാലും ഒക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരുപാട് അടയാളപ്പെടുത്തലുകൾ. DYFI ബ്ലോക്ക് പ്രസിഡന്റ് സനീഷ് K ജഗൻ അധ്യക്ഷത വഹിച്ചു. CPIM നെടുമുടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ES ശശികുമാർ, കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് K ശ്രീകുമാർ, DYFI തകഴി ഏരിയ സെക്രട്ടറി കലേഷ്, നെടുമുടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യശോദ സുകുമാരൻ, PK വിനോദ്, DYFI ഏരിയ വൈസ് പ്രസിഡന്റ് KS ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിളവെടുപ്പിന് ഭാഗമായ 3 കിൻഡൽ പടവലം കൃഷിയിടത്തിൽ നിന്നും മോഷണം പോയി. ചെന്നിത്തല തൃപ്പരുന്തുറ ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിൽ പുത്തൻതറയിൽ രഘുനാഥന്റെ കൃഷിയിടത്തിലാണ് മോഷണം നടന്നത്. വെള്ളിയാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നത്. അടുത്ത ദിവസം പുലർച്ചെ 5:30 വിളവെടുപ്പിനായി രഘുനാഥൻ കൃഷിയിടത്തിലെത്തിയപ്പോൾ മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടു. കഴിഞ്ഞ 30 വർഷമായി കൃഷി ഉപജീവന മാർഗമാക്കിയ രഘുനാഥൻ ചെന്നിത്തല മാന്നാർ പ്രദേശങ്ങളിൽ
ഭൂമി പാട്ടത്തിനെടുത്താണ് കൃഷി നടത്തി വരുന്നത്. തൃപ്പെരുന്തുറ കാരിക്കുഴി പുളിമൂട്ടിൽ കലുങ്കു ഭാഗത്ത് പുളിമൂട്ടിൽ ജോർജിന്റെ ഉടമസ്ഥതയിലുള്ള അരയേക്കർ വസ്തു പാട്ടത്തിനെടുത്ത് 26,000-ഓളം രൂപ മുതൽ മുടക്കിയാണ് പടവലം കൃഷി ഇറക്കിയത്. ചെന്നിത്തലയിൽ തന്നെ മറ്റ് 2 ഇടങ്ങളിലായി വെള്ളരി, പയർ എന്നിവയും 2.5 ഏക്കറിൽ നെല്ലും, മാന്നാർ സ്റ്റോർ ജംഗ്ഷന് കിഴക്കായി വാഴ, കപ്പ, വെട്ടുചേമ്പ്, മഞ്ഞൾ എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. മികച്ച സമ്മിശ്ര കർഷകനുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള രഘുനാഥന്റെയും ഭാര്യ ഷീജകുമാരിയുടെയും കഴിഞ്ഞ 4 മാസത്തെ കഠിനാധ്വാനത്തിന്റെ ഫലം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായതിന്റെ നടുക്കത്തിലാണ് ഇരുവരും. പടവലം, വെള്ളരി, പയർ ഈ പ്രാവശ്യം 3 പാട്ടമെടുത്ത് ചെയ്യുന്നുണ്ട്. 2 വെള്ളരി, 1 പടവലം, 4 ചെയ്യുന്നുണ്ട്. 2.5 ഏക്കർ നെല്ലും എടുത്ത് പാട്ട. ഇത് എൻ്റെ ഉപജീവനം എന്ന് പറയുന്നത് എൻ്റെ മോനെ പഠിപ്പിച്ച് എഞ്ചിനീയർ ആക്കിയത് ഈ പച്ചക്കറി കൊണ്ടാണ്. പക്ഷേ ഈ വർഷം നമുക്ക് ഒരു 3 ക്വിൻ്റൽ കായം കൂടെ മുടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അത് കേടായി കിടക്കുന്നത്. അതിങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ ചോദിക്കുന്നവർക്ക് ഇഷ്ടം പോലെ കൊടുക്കുന്നതാണ്. അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നമുക്ക് പറ്റിയത്. അതൊരു വലിയ പ്രയാസമായിട്ട് എനിക്ക് പാട്ടത്തിനെടുത്താണ്. എപ്പോഴായിരുന്നു കണ്ടത്? ഞാൻ 5:30 ആയപ്പം വന്ന് എടുക്കാമെന്ന് വിചാരിച്ചു വന്നു. 5:30 ആകുമ്പോഴത്തേക്ക് എനിക്ക് 7 ആകുമ്പോഴത്തേക്ക് മോൻ്റെ കൊടുത്ത് വെട്ടുവണ്ടി കൊടുത്ത് ഇവിടെ വിട്ടേച്ച് എനിക്ക് പാടത്ത് മരുന്നടിക്കാൻ പോകാമെന്നുള്ള വിധത്തിൽ ഇവിടെ വന്ന് 5:30 ആയപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാം കിടക്കുക, പിരിച്ചെടുത്തിരിക്കുക. ആ എടുത്തേക്കുന്നതിൻ്റെ ബാലൻസ് ഞാൻ ഇപ്പോൾ ഇറക്കിയോടെ അടുപ്പ് എൻ്റെ ഭാര്യയെ കൊണ്ടിവിടെ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അവർ അന്വേഷിച്ച് വിവരം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ഇപ്പോൾ നമ്മൾ എന്താ പറയാനാ, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ധനസഹായം കിട്ടുവാണെങ്കിൽ അതൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു. പടവലങ്ങകൾ വലിച്ചു പൊട്ടിച്ചു കൊണ്ടുപോയതിനാൽ പലതിൻ്റെയും വേരുകൾ പിഴുന്ന നിലയിലാണ്. പരാതി നൽകിയതിനെ തുടർന്ന് മാന്നാർ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി അന്വേഷണം ആരംഭിച്ചു. മാന്നാർ നാഷണൽ ഗ്രന്ഥശാലയിൽ പൊതുജനങ്ങൾക്കായി കുടിവെള്ള വിതരണം ആരംഭിച്ചു. ഗ്രന്ഥശാലയിൽ സ്ഥാപിച്ച ജലശുദ്ധീകരണയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. രത്നകുമാരി നിർവഹിച്ചു. നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നാഷണൽ ഗ്രന്ഥശാല നല്ല പ്രാതിനിധ്യം ഉൾപ്പെടുത്തുന്നുണ്ട്. എപ്പോഴും ഇവിടെ വിവിധ പരിപാടികളായിരിക്കും. എന്ന് നോക്കിയാലും നമ്മൾ വണ്ടി അങ്ങോട്ട് പോകുമ്പോഴൊക്കെ തന്നെ വിവിധ പരിപാടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഗാനമേള അങ്ങനെ ഓരോ ഇനിഷ്യേറ്റീവായിട്ടുള്ള പരിപാടികളുമായിട്ട് തന്നെയാണ് ഗ്രന്ഥശാല മുന്നോട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മാന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾക്ക് നല്ല പ്രാധാന്യമുണ്ട്. എങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഒരു ഗ്രന്ഥശാല നമ്മൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോയി ഇത്രയൊക്കെ സൗകര്യത്തോടുകൂടി നമുക്കിപ്പം പണ്ടത്തെക്കാളൊക്കെ ഓരോ സൗകര്യങ്ങൾ കൂടിയാലും നമ്മുടെ യുവതലമുറ ഗ്രന്ഥശാലകളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പോരായ്മ. ഈ കാലഘട്ടത്തിൽ അങ്ങനെ വരാതിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും പ്രശ്നങ്ങൾ കൂടുതൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. പണ്ടൊക്കെ വായനശാലകളൊക്കെ ഒന്നും ഒത്തുചേരലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ വലിയൊരു വിളനിലമായിരുന്നു നമ്മുടെ വായനശാലകൾ. വായനശാലകളിലൂടെയാണ് എല്ലാവരും വളർന്നിട്ടുള്ളത്. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ ഡോക്ടർ പ്രിയ ദേവദത്ത് വേനൽക്കാല രോഗങ്ങളെക്കുറിച്ചും വേനൽക്കാലത്ത് വെള്ളം കുടിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് ആർ ശശിധരൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ വത്സല ബാലകൃഷ്ണൻ, ഡോക്ടർ കെ ബാലകൃഷ്ണപിള്ള, ടി.എസ്. ശ്രീകുമാർ, കെ.ജി. ത്രിവിക്രമൻ പിള്ള, മാധവൻ കലാഭവൻ എന്നിവർ സംസാരിച്ചു. സമൂഹം പിന്തുടരുന്ന സ്ത്രീവിരുദ്ധവും പുരോഗമനപരമല്ലാത്തതുമായ നിലപാടുകളിൽ മാറ്റം വേണമെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ.എം. വർഗീസ്. സ്ത്രീകളുടെ ലോകം അടുക്കള മാത്രമായി ചുരുങ്ങുന്നത് വെല്ലുവിളിയാണെന്നും രാഷ്ട്രീയമായും സാമൂഹികമായും ശാക്തീകരിക്കാതെ സ്ത്രീകളുടെ ഉന്നമനം യാഥാർത്ഥ്യമാവുകയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആലപ്പുഴ ലിയോ 13th LP സ്കൂൾ ഹാളിൽ സോഷ്യൽ ജസ്റ്റിസ് ഫോറം അതുല്യ എന്ന പേരിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ.എം. വർഗീസ്. സ്ത്രീയെ അടിമയാക്കുന്ന വ്യവസ്ഥിതിക്ക് മാറ്റം വരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്ത്രീകളെ അംഗീകരിക്കുകയും അവർക്ക് അർഹമായിട്ടുള്ള അംഗീകാരവും പദവിയും പങ്കിട്ട് നൽകുകയും ചെയ്യുന്നതിൽ നമ്മുടെ സമൂഹം പുലർത്തുന്ന അലംഭാവം കുറ്റകരമാണ്. ആൺപോൾ സമരത്തിലൂടെ സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ പറ്റുകയില്ല. സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില കാഴ്ചപ്പാടുകളിലെ പ്രശ്നമാണ് സ്ത്രീകളിലെ പിന്നോട്ട് തള്ളിവിടുന്നത്. സ്ത്രീകൾ പോരാടേണ്ടത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ വ്യവസ്ഥിതിക്കെതിരെയാണ്. സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ഷീല ദിലീപ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം മായാബായി ടീച്ചർ സ്ത്രീ ശാക്തീകരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അഞ്ജയിൽ രഘു,
കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രാജൻ കെ നായർ, ജില്ലാ സെക്രട്ടറി വർഗീസ് വാരണം, സ്കൂൾ മാനേജർ ഫാദർ പോൾ ജെ അറയ്ക്കൽ, സ്കൂൾ ഹെഡ്മാസ്റ്റർ അലക്സ് പി ജെ തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹിക പ്രവർത്തകരായ സിസ്റ്റർ കലാ സാംസൺ, എം നാജ, മാധ്യമപ്രവർത്തക കെ ആർ ധന്യ, അധ്യാപിക മായാബായി തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. SNDP യോഗം കുട്ടനാട് യൂണിയൻ വനിതാ സംഘം വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടത്തി. ഞായറാഴ്ച രാവിലെ 10:30 യൂണിയൻ പ്രാർത്ഥനാ മന്ദിരത്തിൽ യൂണിയൻ വൈസ് ചെയർമാൻ MD ഓമനക്കുട്ടൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വനിതാ സംഘം എന്ന് പറയുമ്പോൾ കുട്ടനാട് SNDP യൂണിയൻ്റെ മാതൃക SNDP യോഗത്തിൽ വളരെ പ്രത്യേകത അർഹിക്കുന്ന ഒരു പ്രവർത്തനമാണ്. കുട്ടനാട് SNDP കുട്ടനാട്ടിലെ വനിതകളുടെ പാരമ്പര്യം അത് തന്നെയാണ്. പ്രതിസന്ധികളിലൂടെ കടന്നു വന്നിട്ടുള്ള ധീര വനിതകളാണ് കുട്ടനാട്ടിലെ ഈഴവ വനിതകൾ. അവർ നേതൃത്വം കൊടുക്കുന്ന വനിതാ സംഘം എക്കാലവും SNDP യോഗത്തിന് മാതൃകയായി തീർന്നിട്ടുണ്ട്. SNDP യോഗം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യമായി SNDP യോഗത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ഈഴവ മഹാസഭ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ വനിതാ സംഘത്തിൻ്റെതായ രീതിയിൽ ഒരു മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് കുട്ടനാട്ടിലെ വനിതകൾ ഏറെ മുന്നിലായിരുന്നു. അതിൻ്റെ പോഷക രീതിയിൽ സംഘടന രീതിയിൽ അന്നത്തെ കാലത്തെ പ്രവർത്തനത്തിനും നമ്മുടെ അമ്മമാർ മുത്തശ്ശിമാർ ആ പ്രവർത്തനത്തിനും ഉണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. യോഗത്തിൽ വനിതാ സംഘം കേന്ദ്ര സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ അധ്യക്ഷയായിരുന്നു. യൂണിയൻ കൺവീനർ സന്തോഷ് ശാന്തി ആമുഖ പ്രഭാഷണം നടത്തി. വനിതാ സംഘം കേന്ദ്ര സമിതി പ്രസിഡന്റ് KP കൃഷ്ണകുമാരി, വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ലേഖ ജയപ്രകാശ്, യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ KK പൊന്നപ്പൻ, TS പ്രദീപ് കുമാർ, വനിതാ സംഘം യൂണിയൻ വൈസ് പ്രസിഡന്റ് സ്മിത മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി പായിപ്പാട് ഗവൺമെന്റ് UP സ്കൂളിന്റെ 132ാമത് വാർഷികം കഴിഞ്ഞ ദിവസം ആഘോഷിച്ചു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സുജിത്ത് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നാളിതുവരെയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി എല്ലാ തലങ്ങളും MLA ആകട്ടെ, ബ്ലോക്ക്, ജില്ല, ഗ്രാമപഞ്ചായത്ത് ആകട്ടെ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ നാടുകളിലേക്ക് വികസനമായി മാറുന്നു എന്നുള്ളതാണ്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന വാർഷിക സമ്മേളനത്തിൽ പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KD മോഹനൻ അധ്യക്ഷനായി. റേഡിയോ മീഡിയ വില്ലേജ് കൊല്ലാപുരം സബ്സ്റ്റേഷൻ സ്പോൺസർ ചെയ്ത സ്കോളർഷിപ്പും മറ്റ് സമ്മാനങ്ങളും പായിപ്പാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിജ ലാലൻ വിതരണം ചെയ്തു. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനു ജോബ് മുഖ്യ സന്ദേശം നൽകി. പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസ്സി തോമസ്, റേഡിയോ മീഡിയ വില്ലേജ് കൊല്ലാപുരം സബ്സ്റ്റേഷൻ കോർഡിനേറ്റർ ജോഷി കൊല്ലാപുരം, സ്കൂൾ ഹെഡ്മാസ്റ്റർ PG മനോജ്, PTA ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. മഴവിൽ മനോരമ ഗായകൻ ബിജു രാഘവൻ മുഖ്യാതിഥിയായി ഗാനങ്ങൾ ആലപിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ദന്തപരിചരണ രംഗത്ത് നൂതന ചികിത്സാ സംവിധാനങ്ങളുമായി J&J ദന്ത് കെയർ നെടുമുടി ബോട്ട് ജെട്ടിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം നിർവഹിച്ചു. ചികിത്സാ കേന്ദ്രങ്ങൾ വെറുതെ ഒരു ബിസിനസ് എന്ന നിലയിലല്ല കാണുക, വലിയൊരു മനുഷ്യ സേവനത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ടാണ് കാണുക. രോഗം വന്നാൽ ചികിത്സിക്കുക, സൗഖ്യം നൽകുക, ആശ്വാസം പകരുക എന്നുള്ളത് നമ്മുടെ സഹോദര സ്നേഹത്തിൻ്റെ വലിയൊരു പ്രകാശനമായിട്ടാണ് സഭ മനസ്സിലാക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ തോമസ് കെ തോമസ് MLA അധ്യക്ഷനായിരുന്നു. മുൻ MLA ഡോക്ടർ KC ജോസഫ്, കൈനഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ്, ചമ്പക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസഫ്, വാർഡ് മെമ്പർ കൊച്ചുറാണി ബാബു, വൈദികർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5860 രൂപ, പവന് 46,880 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.